ഇന്ന് സംസാരിക്കുന്നത് ഗർഭകാലത്തിന്റെ 17ാമത്തെ ആഴ്ചയിൽ അമ്മയിലുണ്ടാകുന്ന ചേഞ്ചസ്, കുഞ്ഞിന്റെ വളർച്ച, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയെന്നാണ്. ഗർഭകാലത്തിന്റെ 17ാമത്തെ വീക്കിൽ അമ്മയിലുണ്ടാകുന്ന ക്ഷീണം, ഛർദിൽ, ഓർക്കാനും ഒക്കെ കുറവായിരിക്കും. ഈ ഒരു വീക്കിൽ കുഞ്ഞിന് ന്യൂട്രീഷനും ഒക്കെ കൂടുതലായതുകൊണ്ട് തന്നെ അമ്മയ്ക്ക് വിശപ്പ് കൂടുതലായിരിക്കും. അതുപോലെ പ്രഗ്നൻസിയിൽ കാണുന്ന ചില ബുദ്ധിമുട്ടുകളായിട്ടുള്ള ബാക്ക് പെയിൻ, ദഹനത്തിന്റെ പ്രശ്നം, ഗ്യാസിന്റെ പ്രശ്നം, നെഞ്ചരിച്ചില്, കോൺസ്റ്റിപ്പേഷൻ, തലവേദന, തലകറക്കം ഒക്കെ ഈ ഒരു ടൈമിൽ കാണാറുണ്ട്. തലവേദനയൊക്കെ മെയിൻ ആയിട്ട് നമ്മൾ നല്ലപോലെ വെള്ളം കുടിക്കാത്ത സമയത്തും ഭക്ഷണം കഴിക്കാത്തപ്പോഴൊക്കെ കൂടുതലും കണ്ടുവരാറ്. ടെൻഷനും ഉറക്കക്കുറവും ഒക്കെ ഉണ്ടെങ്കിൽ തലവേദന ഉണ്ടാവാറുണ്ട്. സ്കിന്നൊക്കെ സ്ട്രെച്ച് ആകുന്നത് കൊണ്ട് തന്നെ ചൊറിച്ചിൽ അനുഭവപ്പെടാം. അതുപോലെ ബ്രസ്റ്റ് പെയിൻ ഉണ്ടായിരിക്കും. വിയർപ്പ് കൂടുതലായിരിക്കും ഈ ഒരു ടൈമിൽ. അതുപോലെ ടെമ്പറേച്ചറും കൂടുതലായിരിക്കും ഈ ഒരു വീക്കിൽ. അതുപോലെ ബോഡി വെയിറ്റ് കൂടുതലായിരിക്കും. കുഞ്ഞിന്റെ സൈസ് വലുതാകുന്നത് കൊണ്ട് തന്നെ അമ്മയുടെ വയറ് കുറച്ചുകൂടി വലുതായിരിക്കും. എന്നാൽ ഫസ്റ്റ് പ്രഗ്നൻസി ഒക്കെ ആണെങ്കിൽ ചിലർക്ക് ഈ ഒരു ടൈമിലും വയറ് കുറച്ച് മാത്രമേ കാണൂ. കുഞ്ഞ് നല്ല ഹെൽത്തി ആണെങ്കിൽ നമ്മൾ വയറില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ടെൻഷൻ ആവേണ്ട കാര്യമില്ല. അതുപോലെ ഇടയ്ക്കിടയ്ക്ക് മൂത്രമൊഴിക്കുന്നതിന്റെ എണ്ണം കുറച്ച് കുറവായിട്ട് ചിലരിൽ കാണാറുണ്ട്. വെള്ളം ആവശ്യത്തിന് കുടിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. സെക്കൻഡ് ട്രൈമിസ്റ്റർ ആകുമ്പോൾ നമ്മുടെ യൂട്രസ് കുറച്ചുകൂടി മുകളിലേക്കായിരിക്കും ഉണ്ടാവുക, ഏകദേശം നമ്മുടെ പൊക്കിളിന്റെ ആ ഭാഗത്തായിട്ട്. അതുകൊണ്ട് തന്നെ യൂട്രസ് ബ്ലാഡറിലേക്ക് പ്രഷർ കൊടുക്കുന്നത് കുറവായതുകൊണ്ടാണ് ഫ്രീക്വന്റ് ആയിട്ടുള്ള യൂറിനേഷൻ ചിലരിൽ കുറഞ്ഞു വരുന്നത്. അതുപോലെ വെജൈനൽ ഡിസ്ചാർജ് ഈ ഒരു ടൈമിൽ കൂടുതലായിരിക്കും. ഇനി കുഞ്ഞിന്റെ ഡെവലപ്മെന്റ് എന്താണെന്ന് നോക്കാം. കുഞ്ഞിന്റെ ചെവി പൂർണ്ണമായിട്ട് രൂപം കൊള്ളുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കുഞ്ഞിന് അമ്മയുടെ സൗണ്ട് കേൾക്കാനും മനസ്സിലാക്കാനും ഒക്കെ സാധിക്കുന്നതാണ്. മറുപിള്ള നല്ല രീതിയിൽ കുഞ്ഞിന് ഓക്സിജനും പോഷകങ്ങളും ഒക്കെ നൽകുന്നുണ്ട്. പൊക്കിൾ കൂടി കുറച്ചുകൂടി കട്ടിയുള്ളതും സ്ട്രോങ് ആകുന്നതുമാണ്. കുഞ്ഞിന്റെ ബ്ലഡ് സർക്കുലേഷൻ ഫുൾ ആയിട്ട് ഫോം ആകുന്നുണ്ട്. കൺപീലി, കൺപുരിക്കം ഒക്കെ വളരുന്നുണ്ട് ഈ ടൈമിൽ. അതുപോലെ കുഞ്ഞിന്റെ വിയർപ്പ് ഗ്രന്ഥി വികസിക്കുന്നുണ്ട്. കൂടാതെ കുഞ്ഞിന്റെ സ്കിന്നിന്റെ ഇടയിലായിട്ട് പാറ്റ് കളക്ട് ചെയ്യുന്നുണ്ട്, അതായത് കൊഴുപ്പ് കളക്ട് ചെയ്യുന്നുണ്ട്. ഇത് ബോഡി ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്നതാണ്. കുഞ്ഞിന്റെ ഹൃദയം ഓരോ മിനിറ്റിൽ 120 മുതൽ 160 തവണ മിടിക്കുന്നുണ്ട്. കുഞ്ഞ് നല്ല രീതിയിൽ തന്നെ സോളോ ചെയ്യാനും സക്ക് ചെയ്യാനും ഒക്കെ പഠിക്കുന്നുണ്ട്. ഫേഷ്യൽ എക്സ്പ്രഷൻ കാണിക്കുന്നുണ്ടാവും. കുഞ്ഞിന്റെ ലെങ്ത് ഏകദേശം 13 സെന്റിമീറ്ററും കുഞ്ഞിന്റെ വെയിറ്റ് 140 ഗ്രാമും ആണ് ഉണ്ടാവുക. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. മെഡിസിൻസ് ഒക്കെ കൃത്യമായിട്ട് കഴിക്കുക. അതുപോലെ ബാലൻസ്ഡ് ആയിട്ടുള്ള ഡയറ്റ് ഫോളോ ചെയ്യുക. അതിൽ ഫ്രഷ് ഫ്രൂട്ട്സ്, ഫ്രഷ് വെജിറ്റബിൾസ്, ഇലക്കറികള്, പയറുവർഗ്ഗങ്ങള്, പരിപ്പ് വർഗ്ഗങ്ങള്, മുട്ട, പാല്, ഇറച്ചിയൊക്കെ ഉൾപ്പെടുത്തുക. ഭക്ഷണം സ്കിപ്പ് ചെയ്യാണ്ടിരിക്കുക. അതുപോലെ ഭക്ഷണം ഇടയ്ക്കിടയ്ക്ക് കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ധാരാളം വെള്ളം കുടിക്കുക. പ്രോപ്പറായിട്ട് റെസ്റ്റ് എടുക്കുക. 8 മണിക്കൂറെങ്കിലും ഉറങ്ങാൻ ശ്രമിക്കുക. മറ്റു പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തവരാണെങ്കിൽ റെഗുലർ ആയിട്ട് മൈൽഡ് ആയിട്ടുള്ള എക്സസൈസ് ഒക്കെ ഡോക്ടറോട് ചോദിച്ചതിന് ശേഷം ചെയ്യാവുന്നതാണ്. കിടക്കുന്ന ടൈമിൽ മാക്സിമം ഇടതുവശം ചെരിഞ്ഞ് കിടക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഹെവി ആയിട്ടുള്ള എക്സസൈസ്, ഒരുപാട് ദൂരം യാത്ര ചെയ്യുന്നത്, നിൽക്കുന്നത്, ഇവയൊക്കെ ഒഴിവാക്കുക. ഫുള്ള് കുക്കാത്ത ഇറച്ചിയും മുട്ടയൊക്കെ കഴിക്കാതിരിക്കുക. അതുപോലെ നല്ല രീതിയിൽ തിളപ്പിക്കാത്ത പാലും കുടിക്കരുത്. ഹൈ മെർക്കുറി അടങ്ങിയ മത്സ്യങ്ങൾ കഴിക്കാതിരിക്കുക. ഫാസ്റ്റ് ഫുഡ് അവോയ്ഡ് ചെയ്യുക. ടെൻഷനും കാര്യങ്ങളും ഒക്കെ ഇല്ലാണ്ട് സമാധാനമായിട്ടിരിക്കുക. ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.